വചനം തിരുവചനം. നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളെ അനന്തമായി സ്നേഹിക്കുന്ന ഞങ്ങളുടെ നല്ല തമ്പുരാനെ, ഈ ദിവസത്തിനായി സമയത്തിനായി ഞങ്ങൾ നന്ദി പറയുന്നു. അവിടുന്ന് ഞങ്ങളോട് സംസാരിക്കണമേ. ഞങ്ങളുടെ ആത്മാവും ജീവനുമായ തിരുവചനം ശ്രദ്ധാപൂർവ്വം ശ്രവിക്കുവാനും ജീവിതത്തെ ക്രമീകരിക്കാനും പ്രിയ പരിശുദ്ധാത്മാവെ ഞങ്ങളെ സഹായിക്കണമേ. പരിശുദ്ധമായ ദൈവമാതാവേ, ഞങ്ങൾക്ക് വേണ്ടി നിരന്തരം പ്രാർത്ഥിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയുടെ സ്ത്രീകളങ്ങ് അനുഗ്രഹിക്കപ്പെട്ടുള്ള നിങ്ങളുടെ ദുരിതം ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവും. പരിശുദ്ധ മറിയമേ, തമ്പുരാൻ്റെ അമ്മയെ, പാവികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മനസ്സമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. ഈശോയിൽ ഏറ്റവും പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നിങ്ങളെല്ലാം ഈശോ സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ. ഇന്ന് നമ്മൾ ചിന്തിക്കുന്നത് ദിനവൃത്താന്തങ്ങളുടെ പുസ്തകം 7-ാം അധ്യായം 14-ാം തിരുവചനത്തെക്കുറിച്ചാണ്. അതിൻ്റെ 13-ാമത്തെ തിരുവചനത്തിൽ പറയുന്നത്, ദേശത്ത് മഹാമാരികളും ദേശത്ത് പ്രതിസന്ധികളും ഒക്കെ ഉണ്ടാകുമ്പോൾ ദൈവജനം ചെയ്യേണ്ട 4 കാര്യങ്ങളെക്കുറിച്ചാണ് ദിനവൃത്താന്തം പറയുക. നമുക്കറിയാം, നമ്മൾ ജീവിക്കുന്നത് ദുരിതങ്ങളുടെ മധ്യത്തിലാണ്. പ്രകൃതി ദുരിതങ്ങളുടെ, മഹാമാരികളുടെ ഒക്കെ മധ്യത്തിലാണ്. അതിനെക്കുറിച്ചാണ് 13-ാമത്തെ തിരുവചനം പറയുക. 14-ാമത്തെ വചനം ഇപ്രകാരമാണ് പറയുക: എൻ്റെ നാമം പേറുന്ന എൻ്റെ ജനം എന്നെ അന്വേഷിക്കുകയും തങ്ങളെ തന്നെ എളിമപ്പെടുത്തി പ്രാർത്ഥിക്കുകയും തങ്ങളുടെ ദുർമാർഗങ്ങളിൽ നിന്ന് പിന്തിരിയുകയും ചെയ്താൽ ഞാൻ സ്വർഗത്തിൽ നിന്ന് അവരുടെ പ്രാർത്ഥന കേട്ട് അവരുടെ പാപങ്ങൾ ക്ഷമിച്ച് അവരുടെ ദേശം സമ്പുഷ്ടമാക്കി മാറ്റും. ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ദൈവം നമ്മളെ സംബോധന ചെയ്യുന്ന ഒരു വാക്കുണ്ട്. ഈ ഭൂമിയിൽ നമുക്ക് മാത്രം അവകാശപ്പെട്ട ഒരു കാര്യം. അതെന്താണ്? എൻ്റെ നാമം വഹിക്കുന്ന എൻ്റെ ജനം. ദേശവാസികളെക്കുറിച്ചൊക്കെ, ദേശത്ത് പ്രതികൂലമായ സാഹചര്യങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ ദൈവത്തിൻ്റെ നാമം വഹിക്കുന്ന ഇവിടെ സഹോദരങ്ങളെ, നമ്മളുടെ ഒരു ഭാഗ്യം നമ്മൾ കണക്ക് കൂട്ടണം. നമ്മുടെ ഒരു ഭാഗ്യം നമ്മൾ മനസ്സിലാക്കണം. എന്താണ് നമ്മുടെ ഭാഗ്യം? ഏകദൈവവും ഏക കർത്താവുമായ ക്രിസ്തുവിൻ്റെ നാമത്തിൽ അറിയപ്പെടുന്ന ജനതയാണ് നാം. കർത്താവിൻ്റെ നാമത്തിൽ അറിയപ്പെടുന്ന ജനതയാണ് നാം. നമ്മളോട് കർത്താവ് പറയുകയാണ്, എൻ്റെ നാമം വഹിക്കുന്ന നിങ്ങൾ എന്നെ അന്വേഷിക്കുക. ഒന്നാമതായി ദൈവജനം ചെയ്യേണ്ട കാര്യത്തെക്കുറിച്ചാണ് കർത്താവ് നമ്മളോട് പറയുക: ദൈവത്തെ അന്വേഷിക്കുക. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മുടെയൊക്കെ ജീവിതത്തിൽ അനുകൂലവും പ്രതികൂലവുമായ സാഹചര്യങ്ങളുണ്ടാകും. ഒരുപക്ഷെ ജീവിതത്തിൻ്റെ അനുകൂലങ്ങളിൽ അത് ദൈവം എനിക്ക് അനുവദിച്ചതാണ് എന്ന് പറയാൻ നമുക്കൊക്കെ വളരെ എളുപ്പമാണ്. നമുക്ക് സമൃദ്ധി ഉണ്ടാകുമ്പോൾ, നമുക്ക് ജോലി കിട്ടുമ്പോൾ, ഭവനമുണ്ടാകുമ്പോൾ, എല്ലാ വിധത്തിലും അനുഗ്രഹിക്കപ്പെടുമ്പോൾ ദൈവത്തെ മഹത്വപ്പെടുത്താനും ദൈവത്തിന് നന്ദി പറയാനും അവിടെ ദൈവത്തെ അന്വേഷിക്കാനും നമുക്ക് സാധിച്ചെന്ന് വരാം. എന്നാൽ എൻ്റെ പ്രതികൂലങ്ങളിൽ, എൻ്റെ തകർച്ചകളിൽ, എൻ്റെ വേദനകളിൽ, എൻ്റെ ദുരിതങ്ങളിൽ, അനുദിനം സംഭവിക്കുന്ന ജീവിതത്തിൻ്റെ ഞെരുക്കങ്ങളിൽ എനിക്ക് ദൈവത്തെ അന്വേഷിക്കാൻ സാധിക്കണം. നമ്മുടെയൊക്കെ ജീവിതത്തിൻ്റെ അനുകൂല പ്രതികൂല സാഹചര്യങ്ങളിലെല്ലാം നമ്മൾ ദൈവത്തെ അന്വേഷിക്കുന്നവരായിട്ട് മാറണം. രാത്രിയും പകലും, മഴയത്തും വെയിലത്തും, ഉയർച്ചയിലും താഴ്ചയിലും, അനുകൂലത്തിലും പ്രതികൂലത്തിലും ഒരുപോലെ ദൈവാന്വേഷികളായി നമ്മൾ മാറണം. ദൈവം നമ്മളോട് പറയുന്ന കാര്യം ഇതാണ്:
നിങ്ങൾ ദൈവത്തെ അന്വേഷിക്കുക, നിങ്ങൾ എന്നെ അന്വേഷിക്കുക. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സങ്കീർത്തനം 14:2 ഇപ്രകാരം പറയുകയാണ്, അതിമനോഹരമായൊരു തിരുവചനം. ദൈവം സ്വർഗത്തിൽ നിന്ന് മനുഷ്യ മക്കളെ നോക്കുന്നു, തന്നെ തേടുന്ന ജ്ഞാനികൾ വിവേകികളുണ്ടോ എന്ന് അവിടുന്ന് അന്വേഷിക്കുന്നു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ദൈവത്തെ അന്വേഷിക്കുന്നവരെ ദൈവം വിളിക്കുന്ന പേര് വിവേകി എന്നാണ്. ഇന്ന് മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ജീവിതത്തിൽ ഏറ്റവും കുറവുള്ള കാര്യം പരിശുദ്ധാത്മാവിൻ്റെ ദാനമായ ഈ വിവേകമില്ല എന്നുള്ളതാണ്. മനുഷ്യന് വിദ്യാഭ്യാസമുണ്ട്, വിവരമുണ്ട്, ലോകത്തിൻ്റേതായ അറിവ് അവന് ധാരാളമായിട്ടുണ്ട്. പക്ഷേ അവൻ വിവേകം ഇല്ല എന്നാണ് വചനം പറയുക. എന്തുകൊണ്ടാണ് വിവേകമില്ലാത്തത്? അവൻ ദൈവത്തെ അന്വേഷിക്കുന്നില്ല. വിദ്യാഭ്യാസം ഉണ്ടാകുമ്പോൾ, അറിവുണ്ടാകുമ്പോൾ, സമ്പത്തുണ്ടാകുമ്പോൾ, ലോകത്തിൽ ഏതെല്ലാം വിധത്തിൽ ഉയർത്തപ്പെട്ടാലും അവൻ ദൈവത്തെ അന്വേഷിക്കുന്നില്ല. തകർച്ചകളുണ്ടാകുമ്പോഴും പ്രതികൂലങ്ങളുണ്ടാകുമ്പോഴും ദൈവാന്വേഷണത്തിൽ അവൻ കുറവ് വരുത്തിക്കൊണ്ടിരിക്കുന്നു. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈശോ മിശിഹ 10 കന്യകമാരുടെ ഉപമ പറയുന്നുണ്ട്. മണവാളനെ വരവേക്കാൻ ഒരുങ്ങി നിൽക്കുന്ന 10 കന്യകമാരുടെ ഉപമ. അവിടെ എന്താണ് പറയുക? 5 കന്യകമാർ എണ്ണ വിളക്കിലെടുത്തു. അവരെ ഈശോ വിശേഷിപ്പിക്കുക വിവേകവതികളായ കന്യകമാർ എന്നാണ്. എണ്ണ എന്തിൻ്റെ അടയാളമാണ്? എണ്ണ പരിശുദ്ധാത്മാവിൻ്റെ അടയാളമാണ്. അവർ ആത്മാവിനെ സ്വീകരിച്ചു, അഭിഷേകം സ്വീകരിച്ചു, അവർ ആത്മാവിനാൽ നയിക്കപ്പെട്ടു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മൾ നമ്മുടെ ജീവിതത്തിൽ ചെയ്യേണ്ട കാര്യം ഈ ആത്മാവിനാൽ നയിക്കപ്പെടുന്നവരാകുക എന്നുള്ളതാണ്. പരിശുദ്ധാത്മാവിൽ നിയന്ത്രിതമായ ജീവിതമുണ്ടാകണം. അതിന് നാം ഒന്നാമതായി ദൈവത്തെ അന്വേഷിക്കണം. നമ്മുടെ ജീവിതത്തിൻ്റെ അനുകൂലവും പ്രതികൂലവുമായ സാഹചര്യങ്ങളിലെല്ലാം എപ്പോഴും ദൈവത്തെ അന്വേഷിക്കാൻ. എന്തുകൊണ്ട് ദൈവമേ, നീ എനിക്ക് ഈ അനുഗ്രഹം തന്നു, എനിക്ക് ഈ അഭിവൃദ്ധി തന്നു, ഞാൻ പ്രാർത്ഥിച്ചു തീരുന്നതിന് മുമ്പ് എനിക്ക് ഉത്തരം തന്നു. നമ്മൾ ദൈവത്തോട് ചോദിക്കണം, ദൈവത്തെ അന്വേഷിക്കണം. രണ്ടാമതായി, എൻ്റെ ജീവിതത്തിൽ എന്തുകൊണ്ട് ഈ പ്രതികൂലം, എന്തുകൊണ്ട് ഈ തകർച്ച? അവിടെയും നാം ദൈവത്തെ അന്വേഷിക്കണം. ദൈവം നമ്മളോട് പറയുന്നു, ഒന്നാമതായി നമ്മൾ ദൈവത്തെ അന്വേഷിക്കുക. രണ്ടാമതായി ദൈവം നമ്മളോട് പറയുന്നു, തങ്ങളെ തന്നെ എളിമപ്പെടുത്തുക. ദൈവത്തെ അന്വേഷിക്കുന്ന മനുഷ്യൻ എളിമപ്പെടുത്തുന്നവനാകും. എപ്പോഴും തങ്ങളെ തന്നെ എളിമപ്പെടുത്തണം. ആർക്കാണ് കൃപ ലഭിക്കുക? ആർക്കാണ് അനുഗ്രഹം ലഭിക്കുക? എളിമപ്പെടുന്നവർക്കാണ്. അതുകൊണ്ടാണല്ലോ പരിശുദ്ധ അമ്മ തൻ്റെ സ്തോത്രഗീതത്തിൽ ഇപ്രകാരം പറയുക, അവിടുന്ന് തൻ്റെ ദാസിയുടെ താഴ്മയെ കടാക്ഷിച്ചു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമുക്കെപ്പോഴും അറിയാം, നീരൊഴുക്ക് താഴ്ന്ന പ്രദേശത്തേക്കാണ്. ജലം ഒരിക്കലും മുകളിലേക്ക് ഒഴുകി കയറാറില്ല, ജലം താഴേക്കാണ് ഒഴുകി വരിക. ദൈവകൃപ ലഭിക്കുന്നത് താഴ്മയുള്ളവർക്കാണ്. സുഭാഷിതങ്ങളുടെ പുസ്തകം 16-ാം അധ്യായം 5-ാം വാക്യത്തിൽ ഇപ്രകാരം പറയുന്നുണ്ട്, അഹങ്കരിക്കുന്നവരോട് കർത്താവിന് വെറുപ്പാണ്. അഹങ്കരിക്കുന്നവരോട് കർത്താവിന് വെറുപ്പാണ്. അപ്പോൾ
അഹങ്കാരമുള്ള മനുഷ്യനെ കർത്താവിന് ഇഷ്ടമല്ല. ഞാനെന്ന ഭാവത്തിൽ കഴിയുന്നവരെ കർത്താവിന് ഇഷ്ടമല്ല. ഒബാദ്യായുടെ പുസ്തകം 1-ാം അധ്യായം അതിൻ്റെ 4-ാമത്തെ തിരുവചനത്തിൽ ഇപ്രകാരം പറയുകയാണ്: നീ കഴുകനെ പോലെ ഉയർന്നു പറന്നാലും, നീ നക്ഷത്രങ്ങളുടെ ഇടയിൽ കൂടുകൂട്ടിയാലും, അവിടെ നിന്ന് നിന്നെ ഞാൻ താഴെ ഇറക്കും. നീ കഴുകനെ പോലെ ഉയർന്നു പറന്നാലും, നീ നക്ഷത്രങ്ങളുടെ ഇടയിലാണ് വസിക്കുന്നതെങ്കിലും നിന്നെ ഞാൻ താഴെ ഇറക്കും. കർത്താവ് പറയുക. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കർത്താവ് മനുഷ്യനോട് എപ്പോഴും പറയുക എളിമപ്പെടാനാണ്, താഴാനാണ് പറയുക. നമ്മൾ എത്രമാത്രം അഹങ്കരിച്ചാലും സർവ്വതും ദൈവത്തിൻ്റെ ദാനമാണ്. പൗലോസ് അപ്പോസ്തലൻ നമ്മളെ ഓർമ്മിപ്പിക്കുന്ന കാര്യമുണ്ടല്ലോ, സകലതും ദാനമായിരിക്കെ നീ എന്തിനാ അഹങ്കരിക്കുന്നത്? അപ്പോൾ ദൈവം നമ്മളോട് പറയുകയാണ്, രണ്ടാമത്തെ കാര്യം എളിമപ്പെടുക. നമ്മുടെ ജീവിതത്തിൽ പ്രശ്നങ്ങളും പ്രതിസന്ധികളും വേദനകളും ദുരിതങ്ങളും ദുഃഖങ്ങളും ഒക്കെ ഉണ്ടാകുമ്പോൾ അത് എളിമപ്പെടാനുള്ളൊരു അവസരമായി നമ്മൾ കാണണം. ഹല്ലേലൂയ. അപ്പോൾ നമ്മൾ 2 കാര്യങ്ങളാണ് ചിന്തിച്ചത്. 1, ദൈവത്തെ അന്വേഷിക്കുക. 2, എളിമപ്പെടുക. ദൈവസന്നിധിയിൽ നിരന്തരം എളിമപ്പെട്ടുകൊണ്ട് പ്രാർത്ഥിക്കുക. പരിശുദ്ധമ്മ പറഞ്ഞത് എപ്പോഴും നമ്മുടെ ഓർമ്മയിലുണ്ടാകണം. അവിടുന്ന് തൻ്റെ ദാസിയുടെ താഴ്മയെ കടാക്ഷിച്ചു. അതുകൊണ്ട് സകല ജനപദങ്ങളും എന്നെ അനുഗ്രഹീത എന്ന് വിളിക്കും. നമ്മളൊക്കെ അനുഗ്രഹിക്കപ്പെട്ടവരായി മാറണമെങ്കിൽ തീർച്ചയായും എളിമയുള്ളവരാകണം. ആ എളിമ നമ്മുടെ ജീവിതത്തെ നയിക്കണം. 3-ാമതായി കർത്താവ് നമ്മളോട് ആവശ്യപ്പെടുന്ന കാര്യം ദുർമാർഗങ്ങൾ ഉപേക്ഷിക്കുക എന്നതാണ്. ദുർമാർഗങ്ങൾ ഉപേക്ഷിക്കുക. അനുദിനം എൻ്റെ ജീവിതത്തെ വിലയിരുത്തി ദുർമാർഗങ്ങൾ ഏതെങ്കിലും ഉണ്ടെങ്കിൽ, കർത്താവിന് ചേരാത്തത്, വചനത്തിന് ചേരാത്തത്, മാനുഷിക മൂല്യങ്ങൾക്ക് ചേരാത്തത് എൻ്റെ ജീവിതത്തിലുണ്ടെങ്കിൽ അവയെല്ലാം ഉപേക്ഷിച്ച് ദൈവസന്നിധിയിലേക്ക് അടുക്കാനാണ് പറയുക. ജോയൽ പ്രവചനം 2:12 പരിശുദ്ധാത്മാവ് നമ്മളോട് പറയുന്നത് ഇതുതന്നെയാണ്. ഇപ്പോഴെങ്കിലും നിങ്ങൾ ഈ മഹാമാരിയുടെ കാലഘട്ടത്തിൽ, ഈ പ്രകൃതിക്ഷോഭങ്ങളുടെ കാലഘട്ടത്തിൽ, ഈ പ്രതിസന്ധികളുടെ കാലഘട്ടത്തിൽ ഇപ്പോഴെങ്കിലും നിങ്ങൾ ഉപവാസത്തോടും നെടുവീർപ്പോടും വിലാപത്തോടും കൂടി എൻ്റെ അരികിലേക്ക് തിരിച്ചു വരിക. എൻ്റെ അരികിലേക്ക് വരിക. കർത്താവ് നമ്മളെ ഒരിക്കലും തള്ളിക്കളയാനല്ല ആഗ്രഹിക്കുക, മറിച്ച് തൻ്റെ അരികിലേക്ക് കർത്താവ് നമ്മളെ വിളിക്കുകയാണ്. തൻ്റെ അടുത്തേക്ക് നമ്മെ ഓരോരുത്തരെയും സ്വാഗതം ചെയ്യുകയാണ്. നിങ്ങൾ എൻ്റെ അടുത്തേക്ക് വാ, നിങ്ങളെൻ്റെ അടുത്തേക്ക് വാ. അപ്പോൾ 3-ാമത്തെ കാര്യം ദുർമാർഗങ്ങൾ ഉപേക്ഷിക്കുക എന്നതാണ്. ദുർമാതൃകകൾ ഉപേക്ഷിക്കുക എന്നതാണ്. തെറ്റായ വഴികളിൽ നിന്ന് പിന്തിരിയുക എന്നതാണ്. 4-ാമത്തെ കാര്യം പ്രാർത്ഥിക്കുക. ദൈവസന്നിധിയിൽ ദൈവത്തോട് ചേർന്നിരിക്കുന്നതാണ് പ്രാർത്ഥന. ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുന്നവരായി നമ്മൾ മാറണം. നമുക്കറിയാം ഈശോയുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണ്? രാത്രിയുടെ യാമങ്ങളിൽ പ്രാർത്ഥിച്ചു. ഇവിടെ സഹോദരങ്ങളെ, നമ്മളൊന്ന് ശ്രദ്ധിക്കേണ്ട കാര്യമുണ്ട്. 3 വർഷത്തെ പരസ്യ ജീവിതത്തിന് വേണ്ടി 30 വർഷം പ്രാർത്ഥിച്ചു ഒരുങ്ങിയ ഈശോ ആത്മാവിനാൽ നിറയപ്പെട്ട സമയം, യോർദാൻ നദിയിൽ നിന്ന് സ്നാനമേറ്റതിന് ശേഷം വീണ്ടും 40 ദിനരാത്രങ്ങൾ ഉപവസിച്ച് പ്രാർത്ഥിച്ച് ശക്തി സ്വീകരിച്ച ഈശോ തൻ്റെ പ്രവൃത്തികൾ ആരംഭിക്കുകയാണ്. പിതാവിൻ്റെ പ്രവൃത്തികൾ ആരംഭിക്കുകയാണ്. എന്നിട്ടും രാത്രി യാമങ്ങളിൽ വീണ്ടും വീണ്ടും ഈശോ പ്രാർത്ഥിച്ച് ശക്തി സ്വീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ തുടക്കത്തിൽ പറഞ്ഞു, വിവേകമുള്ള മനുഷ്യൻ അത് ആത്മാവിനാൽ നയിക്കപ്പെടുന്നവനാണ്. യോർദാനിൽ നിന്ന് ഈശോ
ആത്മാവിനാൽ മരുഭൂമിയിലേക്ക് നയിക്കപ്പെട്ടുവെന്നാണ് സുവിശേഷം നമ്മളോട് പറയുക. അപ്പോൾ ആത്മാവിനാൽ നയിക്കപ്പെടുന്ന മനുഷ്യൻ പ്രാർത്ഥനയുടെ മനുഷ്യനാണ്. എപ്പോഴും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും. പ്രാർത്ഥന ദൈവവുമായുള്ള അഭേദ്യമായ ബന്ധമാണ്. ദൈവത്തോട് ചേർന്നിരിക്കലാണ്. പ്രവൃത്തി പ്രാർത്ഥനയാണ്, പ്രാർത്ഥന പ്രവൃത്തിയാണ്. അപ്പോൾ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, 4 കാര്യങ്ങൾ. 1, ദൈവത്തെ അന്വേഷിക്കുക. 2, എളിമപ്പെടുക. 3, ദുർമാർഗ്ഗങ്ങൾ ഉപേക്ഷിക്കുക. 4, പ്രാർത്ഥിക്കുക. ഈ 4 കാര്യങ്ങൾ നമ്മൾ ചെയ്യുമ്പോൾ ഓർക്കണം, വിശുദ്ധ മത്തായിയുടെ സുവിശേഷത്തിൽ കർത്താവ് നമ്മളോട് പറയുന്നുണ്ട്, എന്ത്? നിങ്ങൾ ആദ്യം ദൈവത്തിൻ്റെ രാജ്യം അന്വേഷിക്കുക. ആദ്യം നിങ്ങൾ ദൈവത്തെ അന്വേഷിക്കുക. അപ്പോൾ ബാക്കിയെല്ലാം ചേർത്ത് നൽകും. നമ്മൾ പലപ്പോഴും ചേർത്ത് നൽകേണ്ട കാര്യത്തെക്കുറിച്ചാണ് വ്യഗ്രതപ്പെടുക. ദൈവം ചേർക്കേണ്ടത് തീർച്ചയായും ദൈവം ചേർത്ത് നൽകും. ദൈവം ചേർക്കേണ്ടത് തീർച്ചയായും ദൈവം ചേർത്ത് നൽകും. അതിൽ സംശയം വേണ്ട. അപ്പോൾ ആദ്യം നമ്മൾ ദൈവത്തിൻ്റെ രാജ്യം, ദൈവത്തിൻ്റെ നീതി അന്വേഷിക്കുമ്പോൾ ദൈവം നമുക്ക് വാഗ്ദാനം ചെയ്യുന്ന കാര്യം, ബാക്കിയൊക്കെ ഞാൻ ചെയ്തു തന്നോളാം, നിങ്ങൾ എന്നെ ഒന്ന് അന്വേഷിക്കുക. ഇവിടെ സഹോദരങ്ങളെ, ഇവിടെ ദൈവത്തെ അന്വേഷിക്കുമ്പോൾ നമ്മൾ ഈ 4 കാര്യങ്ങൾ ചെയ്യുമ്പോൾ ദൈവം നമുക്ക് വേണ്ടി എന്താ ചെയ്യുക? ഞാൻ സ്വർഗത്തിൽ നിന്ന് നിങ്ങളുടെ പ്രാർത്ഥന കേൾക്കും, ഞാൻ നിങ്ങളുടെ പാപങ്ങൾ ക്ഷമിക്കും, നിങ്ങളുടെ ദേശം സമ്പുഷ്ടമാക്കി മാറ്റും. ദേശത്ത് പ്രതിസന്ധികൾ ഉണ്ടാകുമ്പോൾ നിങ്ങൾ എന്നെ അന്വേഷിക്കുകയും നിങ്ങളെ തന്നെ എളിമപ്പെടുത്തുകയും നിങ്ങൾ പാപങ്ങൾ ഉപേക്ഷിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുക. ദേശത്തെ കാര്യം മാത്രമല്ല, നമ്മുടെ കുടുംബത്തിലും വ്യക്തി ജീവിതത്തിലും ഒക്കെ ഇത് ബാധകമാണ്. അപ്പോൾ തീർച്ചയായും എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ദൈവത്തെ അന്വേഷിക്കാനും എളിമപ്പെടാനും പ്രാർത്ഥിക്കാനും നമുക്ക് സാധിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളെ അനന്തമായി സ്നേഹിക്കുന്ന ഞങ്ങളുടെ നല്ല തമ്പുരാനെ, അങ്ങയുടെ വാത്സല്യത്തിനും സ്നേഹത്തിനും ഞങ്ങൾ നന്ദി പറയുന്നു. കർത്താവേ, അനുദിനം ഞങ്ങളുടെ ജീവിതത്തിൽ പ്രതിസന്ധികളും ദുരിതങ്ങളും ഉണ്ടാകുമ്പോൾ, ഞങ്ങളുടെ ദേശത്തും ഞങ്ങളുടെ രാജ്യത്തും ലോകം മുഴുവനും പ്രതിസന്ധികളുണ്ടാകുമ്പോൾ എളിമയോടെ അങ്ങേ അന്വേഷിക്കുവാൻ, അങ്ങേ തേടുവാൻ ഞങ്ങളെ സഹായിക്കണമേ. ഞങ്ങളുടെ ജീവിതത്തിൻ്റെ പാപമാർഗങ്ങളെ, ദുർമാർഗങ്ങളെ ഉപേക്ഷിക്കാനും അതിൽ നിന്ന് പിന്തിരിയുവാനും ഒത്തിരി എളിമയോടെ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുവാനും കർത്താവെ ഞങ്ങളെ സഹായിക്കണമേ. ഓ പ്രിയ പരിശുദ്ധാത്മാവേ, വിവേകമെന്ന വരം നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണമേ. എപ്പോഴും വിവേകത്തോടെ ജീവിക്കാൻ ഞങ്ങളെ സഹായിക്കണമേ. പരിശുദ്ധ ദൈവമാതാവേ, അമ്മയെപ്പോലെ എളിമയെന്ന പുണ്യം ഞങ്ങൾക്ക് നൽകണമേ. എളിമ നൽകി, വിനയം നൽകി, പ്രാർത്ഥന നൽകി നിരന്തരം ദൈവത്തെ അന്വേഷിക്കാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ അമ്മേ. പരിശുദ്ധ അമ്മേ, വിശുദ്ധ ഔസേപ്പിതാവേ, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്.